ഞങ്ങൾ കണ്ടുമുട്ടിയിട്ട് 11 വർഷമായി. ഞങ്ങൾ തിയേറ്ററിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത്. അപ്പോൾ നമ്മുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി പുള്ളി എന്നെ പ്രപ്പോസ് ചെയ്തു. ഇവളെ ചേച്ചി എൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇവളെ അന്ന് കൂടെ വന്നപ്പോൾ കണ്ടുമുട്ടിയതാണ്. അപ്പം ഇവളെ എനിക്ക് അന്നേ ഇഷ്ടപ്പെട്ടു, പക്ഷെ പറയാൻ പറ്റിയില്ല. യാദൃശികമായി ഒരു സിനിമ ടിക്കറ്റിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പുള്ളിയെ വിളിച്ചു, നമ്പറൊക്കെ മേടിച്ച്. അങ്ങനെ വിളിച്ചപ്പോൾ പിന്നെ അവിടെ തൊട്ട് ഇങ്ങോട്ട് കോളുകൾ വന്നു തുടങ്ങി. അങ്ങനെ സെറ്റായി. ശരിക്കും മഞ്ജുഷി നമ്മുടെ ഒരു ഫസ്റ്റ് ബ്രൈഡാണ് നമ്മുടെ കൂട്ടത്തിലെ കസിൻസിൻ്റെ. അപ്പം വി ആർ സോ എക്സൈറ്റഡ് ആൻഡ് സോ ഹാപ്പി. അത് മാത്രമല്ല ഞങ്ങൾ ഭയങ്കര ഇമോഷണലുമാണ്. കാരണം മഞ്ജുഷിയുടെ ആ ഒരു ഡ്രസ്സ്, ആ സാരിയൊക്കെ കൊടുത്ത് ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് വരുന്നത് എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വി ആർ സോ എക്സൈറ്റഡ്. അത് മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള ഫംഗ്ഷൻസിനാണെങ്കിലും ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. ഒരു 10 years അവരുടെ ലവിൻ്റെ ഒരു സക്സസ് ആണ് ശരിക്കും ഈ ഒരു അവരുടെ ഈ വെഡ്ഡിങ് എന്ന് പറയുന്നത്. എനിക്ക് മെയിനായിട്ട് എന്നെ മനസ്സിലാക്കണം. ഞാൻ ഭയങ്കര അങ്ങനെ ലോയലായിട്ട് നിൽക്കുകയും ചെയ്യും, പെട്ടെന്ന് ഹൈപ്പാവുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരാളെ സഹിക്കുന്നവരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവളെ സംബന്ധിച്ചോളം ഇത്രയും വർഷം എന്നെ സഹിച്ച്. രഞ്ജിത്ത് ആസ് യൂഷ്വലി ഗുഡ് ലുക്കിംഗ് യങ് മെൻ. എന്നെ ഡിഗ്രി BEd ഒക്കെ പഠിപ്പിച്ച് നല്ല ജോലി വാങ്ങണം എന്നുള്ള എൻ്റെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത വ്യക്തി ഇതാണ്. 11 വർഷത്തെ പ്രേമം ഒടുവിൽ ഇന്ന് ഞങ്ങളുടെ ആ ഒരു സന്തോഷവും ഞങ്ങളുടെ ഒരു ആഗ്രഹം ഇന്ന് ഈ ദിവസം സഫലമായി. ഹാപ്പി മാരീഡ് ലൈഫ്.